ഹായ്, കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്ത സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ 2 സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ. 2 സിനിമ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. വാഴ, അതുപോലെ തന്നെ നുണക്കുഴി, ഈ 2 സിനിമകളെ ഞാൻ കണ്ടതുള്ളൂ. അതുകൂടാതെ പിന്നെ തമിഴിൽ നിന്നും ഡിമോണ്ടി കോളനി, തങ്കലാൻ, കീർത്തി സുരേഷിൻ്റെ രഘുത്താത്ത, പിന്നെ കുറേ സിനിമകൾ വന്നിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ബച്ചൻ എന്ന തെലുങ്ക് സിനിമ, അതുപോലെ തന്നെ ഡബിൾ ഐ സ്മാർട്ട് പറഞ്ഞൊരു തെലുങ്ക് സിനിമ. അതുകൂടാതെ ഹിന്ദിയിൽ നിന്നും വേദ വന്നിരുന്നു. അവിടെ സ്ത്രീ 2 എന്ന് പറഞ്ഞ സിനിമ വന്നിരുന്നു. അപ്പോൾ ഒരുപാട് സിനിമകൾ, പിന്നെ മണിച്ചിത്രത്തിൻ്റെ റിലീസ് ഉണ്ടായിരുന്നു. ഈ സിനിമകളൊക്കെ വന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച 11ഓളം റിലീസുകളായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. ആഗസ്റ്റ് 15, 16, 17 തീയതികളായിരുന്നു റിലീസ് ചെയ്തത്. അപ്പം പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ 2 സിനിമയെ കണ്ടിട്ടുള്ളൂ. എന്തായാലും സ്ത്രീ 2, അതുപോലെ തന്നെ വേദ, അതൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. മനുഷ്യതായി കാണുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇതുവരെ കാണാൻ ഒരു സൗകര്യം വന്നിട്ടില്ല എന്നുള്ളതാണ്. ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ആഴ്ച, ഇന്ന് ആഗസ്റ്റ് മാസം 22 നാളെ ആഗസ്റ്റ് മാസം 23 തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 5 സിനിമകളാണ് നാളെ റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ മീര ജാസ്മിൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പാലും പഴവും എന്ന് പറഞ്ഞ സിനിമയാണ്. VK പ്രകാശാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. മീര ജാസ്മിനെ കൂടാതെ അശ്വിൻ ജോസുമാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ മീര ജാസ്മിൻ്റെ ഒരു തിരിച്ചുവരവാണോ ഇല്ലയോ എന്നുള്ളത് നാളെ കാണാം. പാലും പഴവും എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ട്രെയിലർ കണ്ട സമയത്ത് വലിയൊരു ഇൻട്രസ്റ്റിംഗ് തോന്നിയില്ല. നാളെ പിന്നെ റിലീസ് ചെയ്യുന്ന ഒരു മലയാള സിനിമയാണ് പാലും പഴവും എന്ന് പറഞ്ഞ സിനിമ. രണ്ടാമത്തെ സിനിമ ഹു ആർ യു, താൻ ആരാ, ഹു ആർ യു, മലയാള സിനിമയാണ്. കുറേ ഒരു കോമഡി ത്രില്ലർ മൂവിയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ചാക്കോ, അജു വർഗീസ്, ദീപ്തി സതി, ചിന്നു ചാന്ദ്രി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് താനാര എന്ന് പറഞ്ഞ സിനിമ. ഒരു കോമഡി ത്രില്ലറാണ്. ട്രെയിലർ കണ്ട സമയത്ത് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഒന്നും തോന്നിയില്ല. ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. റാഫിയാണ് ഈ സിനിമയുടെ തിരക്കഥ. ഹരിദാസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. എന്തായാലും കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കാം. അടുത്തത് ഞാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഷാജി കൈലാസ് സംവിധാനത്തിൽ ഭാവന പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന ഹണ്ട് എന്ന് പറയുന്ന സിനിമ. ഭാവനയെ കൂടാതെ അതിഥി രവി, അതുപോലെ തന്നെ അജ്മൽ അമീറും രാഹുൽ മാധവ്, രഞ്ജി പണിക്കർ എന്നിവരാണൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു ക്രൈം ഹൊറർ ത്രില്ലർ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. എനിക്ക് ട്രെയിലറും ടീസറൊക്കെ കണ്ട സമയത്ത് ഒരു ഹൊറർ ടൈപ്പ് ആണ് സംഭവം തോന്നിയിട്ടുള്ളത്. എന്നാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഷാജി കൈലാസിൻ്റെ സംവിധാനത്തിൽ നല്ല ക്യാമറ ആംഗിളുകളും സംഭവം എന്താ പറയുക, നല്ല ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹണ്ട് പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ വെയിറ്റിംഗ് ആണ്. ഓക്കെ, അടുത്തത് ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്. ഫൂട്ടേജ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ASR ടിക്കറ്റ് മൂവിയാണ് കേട്ടോ. മഞ്ജു വാര്യർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ASR ടിക്കറ്റ് മൂവിയാണ്. അനുരാഗ് കശ്യപാണ് പ്രസന്റ് ചെയ്യുന്ന സിനിമ. സൈജു ശ്രീധറാണ് ഈ സിനിമയുടെ റൈറ്റർ, പ്രൊഡ്യൂസർ, ഡയറക്ടറൊക്കെ ഇദ്ദേഹം തന്നെയാണ്. സൈജു ശ്രീധറാണ് എഡിറ്ററായിരുന്നു അദ്ദേഹം. 5-ാം പാതിര, അതുപോലെ തന്നെ നടന്ന സംഭവം, അന്വേഷിപ്പിക്കും കണ്ടെത്തും, അങ്ങനെ ഒരുപാട് സിനിമകളുടെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്ത ആളാണ് പിന്നെ സൈജു ശ്രീധർ എന്ന ഈ ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ്. റൈറ്ററും അദ്ദേഹം തന്നെയാണ്. റൈറ്റർ ഷബാന മുഹമ്മദ് എന്ന ഒരാൾ കൂടിയുണ്ട്. ഇവർ 2 പേരാണ് ഈ സിനിമ റൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു പരീക്ഷണ ചിത്രം പോലെയാണ് ഈ സിനിമയുടെ ട്രെയിലറും മറ്റു കാര്യങ്ങളൊക്കെ, പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു പരീക്ഷണ ചിത്രം പോലെയാണ്. ഫൂട്ടേജ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഫൂട്ടേജിൻ്റെ ഒരു ASR ടിക്കറ്റ് മൂവിയാണ്. മഞ്ജു വാര്യരുടെ വീഡിയോ കണ്ടു. എൻ്റെ സാധാരണയുള്ള പ്രേക്ഷകരൊക്കെ പിന്നെ ഫാമിലി പ്രേക്ഷകരാണ്. പക്ഷേ അവർ ഈ സിനിമ കാണാൻ വരുന്നത് ശ്രദ്ധിക്കുക. അത് ഒരു ASR ടിക്കറ്റ് മൂവിയാണെന്നുള്ളത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വരിക എന്നുള്ളത് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിരുന്നു. എന്തായാലും നാളെ ആഗസ്റ്റ് മാസം 23 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു മലയാള സിനിമയാണ് ഫൂട്ടേജ് എന്ന സിനിമ. ഓക്കെ, അപ്പോൾ ഇത്രയും മലയാള സിനിമകളാണ്. ഈ 4 മലയാള സിനിമകളാണ് നാളെ റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. പാലും പഴവും, താനാര, ഹണ്ട്, ഫൂട്ടേജ്, ഈ 4 സിനിമകളാണ് ഇപ്പോൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി പുതിയ അപ്ഡേറ്റുകൾ വരുമെന്ന് അറിയില്ല. തമിഴിൽ നിന്നുള്ള ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശിവകാർത്തികേയൻ നിർമ്മിക്കുന്ന സിനിമയാണ്. കൊട്ടുക്കാലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ മലയാളിയായ അന്നാബെൻ, അതുപോലെ തന്നെ സുരി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇതിൻ്റെ ട്രെയിലർ വന്ന സമയത്ത് നല്ലൊരു രസകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഒരു പരീക്ഷണം ആണെന്ന് തോന്നുന്നു. എന്തായാലും കാത്തിരിക്കുക, കണ്ടു നോക്കാം. നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. PS വിനോദ് രാജാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. കൊട്ടുക്കാലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും ആഗസ്റ്റ് മാസം 23 തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 5 റിലീസുകളാണ് ഈ ആഴ്ച തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. വേറെ സിനിമ ഉണ്ടോ എന്നുള്ള അറിയില്ല. ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുള്ളതൊക്കെ, ഞാൻ വീഡിയോ എടുക്കുന്നവരെ അപ്ഡേറ്റ് വന്നിട്ടുള്ളതൊക്കെയാണ്. വേറെ ചെറിയ സിനിമകളുടെ കാര്യങ്ങളൊന്നും ലിസ്റ്റ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമകളിൽ ഏത് സിനിമയ്ക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്ത്, ഏതൊക്കെയാണ് നാളെ നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എൻ്റെ പുതിയ ചാനലാണ്. ഈ ചാനലിന് പുതിയൊരു പേര് കണ്ടെത്തണം. കുറേ പേരുകൾ സജസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ഒന്നുകൂടി ഒന്ന് പരിശ്രമിക്കുക. ഞാനും ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ഇതിൽ എന്താ പറയുക, സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പേര് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം.
ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.